friends, welcome back to another episode of Nanma's World of Books, the book world. ഇന്ന് ഞാൻ കൂട്ടുകാർക്ക് വേണ്ടി കാണിച്ചു തരാൻ പോകുന്നത് അല്ലെങ്കിൽ പരിചയപ്പെടുത്തി തരാൻ പോകുന്നത് ജെഫ് കിനെയുടെ ഡയറി ഓഫ് എ വിംപി കിഡ് സീരീസിലെ ഡോഗ് ഡേയ്സ് എന്ന് പറയുന്ന ഈ ഒരു ബുക്കാണ്. ഇത് ലൈബ്രറിയിൽ നിന്ന് എടുത്തൊരു ബുക്കാണ്, സ്കൂൾ ലൈബ്രറിയിൽ നിന്ന്. അപ്പോൾ ഈ ഒരു ബുക്കിനെ പറ്റി പറയാനാണെങ്കിൽ ഇതിൽ നമ്മുടെ ഗ്രെഗ് ഹെവ്ലി, നമ്മുടെ കഥാനായകൻ്റെ കുറച്ച് കാര്യങ്ങളാണ് ഇതിൽ മെയിനായിട്ട് എല്ലാ ബുക്സിലും പറയുന്നത്. ഇതിൽ നമ്മുടെ ഗ്രെഗിൻ്റെ വീട്ടിലൊരു ഡോഗിനെ വാങ്ങിക്കും. ആ ഡോഗിൻ്റെ പേരാണ് സ്വീറ്റി. അത് ഗ്രെഗിൻ്റെ അമ്മ ഇടുന്ന പേരാണ്. അപ്പോൾ സ്വീറ്റിയെ പറ്റിയുള്ള കുറേ കാര്യങ്ങളും സ്വീറ്റി വാങ്ങിക്കാനുള്ള റീസൺ എന്താണെന്നുള്ളത് ഇതിലെ പ്രധാന ട്വിസ്റ്റ്. അതുപോലെ സ്വീറ്റിയെ പറ്റിയുള്ള കുറേ കാര്യങ്ങളും, പിന്നെ ഗ്രെഗ് റൗളിയുമായിട്ട് പിണങ്ങും. അതിന് കാരണം എന്ന് പറഞ്ഞാൽ അത് ഞാൻ പറയുന്നില്ല, നിങ്ങൾ വായിച്ചു തന്നെ അറിയാം. അതുപോലെ ഗ്രെഗും റൗളിയും കൂടെ അതിന് ശേഷം ഒരു ട്രിപ്പ് പോവും. കാണിച്ചു തരാം അതിൻ്റെ ഫോട്ടോ. കണ്ടോ, ഇതിൽ ഗ്രെഗ് കയറും. ഇതാണ് ക്രാനിയം ഷേക്ക്, എൻ്റെ ടീഷർട്ട്. ഇതിൽ നല്ല ഇലസ്ട്രേഷൻസ് ആണ് കേട്ടോ, എല്ലാ പേജിലും ഉണ്ട് ഇലസ്ട്രേഷൻസ്. ഇതിലെ ഇലസ്ട്രേഷൻസ് അത്യാവശ്യം ഫേമസും ആണ്. ഇതിലെ എന്താ പറയുക, അങ്ങനത്തെ കോലി പോലെ ഇരിക്കുന്ന ആൾക്കാരും എല്ലാം ഫേമസും ആണ്. പിന്നെ ഈ ലിൽ ക്യൂട്ടി എന്ന് പറഞ്ഞ കോമിക്, ഗ്രെഗും ഗ്രെഗിൻ്റെ ഫാദറും ഒരേപോലെ ഇഷ്ടപ്പെടാതിരിക്കുന്ന ഒരു കോമിക്കാണ്. അപ്പോൾ ഈ ലിൽ ക്യൂട്ടി എന്ന് പറയുന്ന ഈ ഒരു കോമിക്കിനെ പറ്റിയും കൂടെ ഇതിൽ പറയുന്നുണ്ട് ഈ ഒരു ബുക്കിൽ. അതായത് അതിൽ കോമിക്സ് ഒക്കെ വായിക്കാൻ നല്ല രസമാണ്. അത് ഞാൻ കാണിച്ചു തരാം. അതിലൊരു കോമിക്ക് ഇവിടെ പോയി. അതായത് ഗ്രെഗിൻ്റെ ഫാദറും ഒരേപോലെ ഒരു കാര്യം ഡിസ്ലൈക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരേപോലെ ഒരു കാര്യത്തിൽ ഇരിക്കുന്നുണ്ടെങ്കിൽ അതാകെ ലിൽ ക്യൂട്ടി വേണ്ട എന്നുള്ളതാണ്. കാരണം ഹിക്ക് അപ്സ് എന്നുള്ളത് ഹിക്ക് ഡൗൺ എന്നാക്കിക്കൂടെ എന്ന് ഡാഡിയുടെ അടുത്ത് കൊച്ചുകുട്ടി ചോദിക്കുകയാണ്. ഇതാണ് ലിൽ ക്യൂട്ടി ബേസിക്കലി. ഇതുപോലെയുള്ള കോമിക്സ്. അതുപോലെ തന്നെ ഇതിൻ്റെ അടുത്ത ബുക്ക് അഗ്ലി ട്രൂത്തിൻ്റെ ഒരു കുറച്ച് കൊടുത്തിട്ടുണ്ട് ഇതിന് വായിക്കാൻ. ഞാനത് വായിച്ചു, നല്ല രസമുണ്ട്. എനിക്ക് ഈ വിംപി കിഡിലെ എല്ലാ ബുക്സും തീർക്കണം എന്നിപ്പോൾ ഒരു ആഗ്രഹമുണ്ട്, വായിച്ചു തീർക്കണമെന്ന്. ഇപ്പോൾ ഞാൻ ഡോഗ് ഡേയ്സ് വായിച്ചു, അതുപോലെ മെൽഡൗൺ വായിച്ചു. ഇതെൻ്റെ സ്വന്തം ബുക്കാണ് കേട്ടോ, മെൽഡൗൺ. പിന്നെ എൻ്റെ കയ്യിൽ ലോങ് ഹൗൾ ഉണ്ട്, ക്യാബിൻ ഫീവർ ഉണ്ട്, ഓൾഡ് സ്കൂൾ വായിച്ചു, പിന്നെ ഡബിൾ ഡൗൺ ഉണ്ട്. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. ഈ ഒരു സീരീസ് നല്ല രസമാണ്. പക്ഷെ ബേസിക്കലി എനിക്ക് കുറച്ചുകൂടി കമ്പാരിറ്റീവ്ലി എനിക്കിഷ്ടം ഡാർക്ക് ഡയറീസ് ആണ്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ റിവ്യൂ. അടുത്ത ദിവസം അടുത്ത ബുക്ക് റിവ്യൂമായി വീണ്ടും കാണുന്നത് വരെ സ്റ്റേ ട്യൂൺഡ്. ബൈ ബൈ. ദിസ് ഈസ് മീ നന്മ സൈനിങ് ഓഫ്. ബൈ.